ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ കണ്ട് ഈ നിസാൻ GTR ആണ് ഗൈസ് പണിയാൻ വന്നത്. ഗൈസ്, വണ്ടി മുഴുവൻ അലമ്പായിട്ട് ഒടിഞ്ഞു പറഞ്ഞൊക്കെ കിടക്കാണ് ഗൈസ്. എന്തായാലും കൊള്ളാം, നമ്മൾ ഇന്ന് ഇവനെയാണ് പണിയാൻ വന്നത് ഗൈസ്. അതുപോലെ തന്നെ ഇതിന് കുറേ ഫാൻ പേജ് ഉണ്ട് ഗൈസ്, കുറേ ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഗൈസ്. നമ്മുടെ സെറ്റ് വണ്ടി ഫുള്ള് എങ്ങനെ പണിതാലും നല്ല മുഴുവൻ പണി കൊള്ളുന്ന ടൈപ്പ്, എത്ര പണിതാലും വണ്ടി കിടക്കുന്നൊരു ടൈപ്പ് കാറാണ് ഗൈസ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗൈസ്. ഭയങ്കര ഫാൻസ് പവറും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഷോർട്സ് ആണെന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയാം, എന്തായാലും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഗൈസ്. ഇതുപോലെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങനത്തെ വണ്ടിയുടെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി നോക്കുക. വണ്ടിയെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. കുറേ വീഡിയോസ് ഉണ്ട് ഗൈസ്, വണ്ടിയുടെ കുറേ വീഡിയോസ് കിടപ്പുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ചിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്, ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ഇവനെയാണ് ഇന്ന് പണിയാൻ പോകുന്നത് ഗൈസ്. വണ്ടി ഇപ്പം തന്നെ ഇടിച്ചു പൊളിഞ്ഞ് കിടക്കുന്നത് തന്നെയാണ് ഒരു വല്ലാത്തൊരു ലുക്ക് തന്നെയാണ് ഗൈസ്. ഇപ്പം നമ്മൾ പണി ഇറക്കുമ്പോൾ ഗൈസ് വേറെ ലുക്കായിരിക്കും നമ്മളെ വണ്ടി സെറ്റപ്പ്. നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സീനാക്കി നമ്മൾ വണ്ടി ഇറക്കത്തുള്ളൂ ഗൈസ്. എന്തായാലും അങ്ങനെ നമ്മൾ വണ്ടി ഇറക്കത്തുള്ളൂ ഗൈസ്. ഫ്രണ്ടൊക്കെ ഇടിച്ച് ബാക്ക് ഇടിച്ച് ഗ്ലാസ്സും എല്ലാം കൂടെ പൊട്ടി ഗൈസ്, എല്ലാം ചളുങ്ങി ചള്ളമൊക്കെ ആയി ഗൈസ്, എല്ലാം നശിച്ച് കിടക്കുകയാണ് ഗൈസ്. എന്തായാലും കൊള്ളാം, നമ്മുടെ നിസാൻ സ്കൈലൈനാണ് ഗൈസ്, എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ് ഗൈസ്. അതുപോലെ തന്നെ പോൾ വാക്കറിൻ്റെ പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ്, പുള്ളിയുടെ ഐഡൻറ്റിഫിക്കേഷനാണ് ഗൈസ് ഈ ഒരു സാധനം. പക്ഷേ ഗൈസ്, നമ്മൾ ഈ രീതിയിലല്ല നമ്മൾ വണ്ടി ചെയ്യുന്നത്. പോൾ വാക്കറിൻ്റെ എഡീഷനേ അല്ല ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം എഡീഷനായിരിക്കും. പോൾ വാക്കറിൻ്റെ എഡീഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെനകത്ത് ഗൈസ് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവറിയൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഗൈസ്. നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാമായിരുന്നു, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെനകത്ത് എന്തോ അൺഅവൈലബിൾ എന്നൊക്കെയാണ് ഗൈസ് കാണിക്കുന്നത്, എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഡിലീറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകും ഗൈസ്. അതാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത് ഗൈസ്. എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സ്പീഡോമീറ്ററൊക്കെ കാണുമ്പോഴറിയാം പണ്ടത്തെ വണ്ടിയുടെ ഒരു ടൈപ്പ് സ്പീഡോമീറ്റർ, ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജി ഫീലൊക്കെ എനിക്ക് തരുന്നു. എന്താണെന്നൊന്നും അറിഞ്ഞൂടെ ഗൈസ്. എന്തായാലും കൊള്ളാം, വണ്ടി സെറ്റാണ്. വണ്ടി ഇപ്പോഴും നൈസാണ് ഗൈസ്, വേറെ സീനൊന്നും ഇല്ല. നമ്മൾ വണ്ടി അവിടെ ഇവിടെ ഇടിച്ച് പൊളിഞ്ഞു പോയെന്നൊക്കെ ഉള്ളൂ, പക്ഷേ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ വണ്ടി ഇവിടെ കൊണ്ടിടാം, നമ്മൾ പണിയുന്നിടത്ത് ഗൈസ്. അതായത് നമ്മുടെ ഗ്യാരേജിൽ കൊണ്ട് വണ്ടി കയറ്റിയിട്ട് വേണം നമുക്ക് വണ്ടി പണിയാൻ. വണ്ടി പണിത് നമ്മൾ ഗൈസ് എന്തായാലും എൻജിന് എല്ലാം അഴിച്ച് പണിത് സെറ്റ് ചെയ്ത് വെക്കും. എന്തായാലും നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് വിടാം ഗൈസ്. വണ്ടിയൊക്കെ നശിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ ലുക്കാണ് ഗൈസ്. ഓടി വരുന്ന കാണാൻ തന്നെ എന്ത് രസമാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഗ്യാരേജിലോട്ട് വിടാം. ഓക്കെ ഇതേ ഗൈസ്, നമ്മൾ വണ്ടി ഗ്യാരേജിൻ്റെ അടുത്തോട്ടായിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാ വണ്ടി ഇവിടെ ഇട്ടാണ് ഗൈസ് നമ്മൾ പണിയുന്നത്. നമ്മുടെ എപ്പോഴും നമ്മളെ ആ ഒരു ഗ്യാരേജ് അവിടെ തന്നെയാണ് ഗൈസ്, അവിടെ ഇട്ടേ നമ്മൾ വണ്ടി പണിയാറുള്ളൂ. ഒരുമാതിരിപ്പെട്ട വണ്ടിയൊക്കെ ഗൈസ്. എന്തായാലും കൊള്ളാം, നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്യുക ഗൈസ്. ഒരു മസ്താങ് GT ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതൊരു ഇച്ചിരി റീച്ച് കയറിയായിരുന്നു, പക്ഷെ അത് അതുപോലെ തന്നെ പിന്നെ ഇറങ്ങി നിൽപ്പുണ്ട് ഗൈസ്. അതിനൊരു അനക്കവേ ഇല്ല. അതൊക്കെയാണ് ഗൈസ് വിഷമം എന്നൊക്കെ പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ ഇട്ട് പണിയാം ഗൈസ്. വണ്ടി നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ മുറ്റത്ത് ഗൈസ്, ഇതാണ് നമ്മൾ പണി തിറക്കിയ സാധനം ഗൈസ്. ഭയങ്കര ലുക്കാണ് വണ്ടി കാണാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഗൈസ്. ആ ഒരു വണ്ടിക്ക് ആ ഒരു കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ഇജാതി ഒരു കളറാണ് ഗൈസ്. എന്ത് ലുക്കെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ എൻജിനെല്ലാം പണിത് നമ്മൾ സെറ്റാക്കി വെച്ചേക്കും ഗൈസ്. ആ വണ്ടി ആ ഓടുന്ന ലുക്ക് നോക്കി ഗൈസ്, ആ കാട്ടിലൂടെ നൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഈ വണ്ടി ഇട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും ഗൈസ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഓടിക്കാനുള്ളൊരു ഭാഗ്യമേ ഉള്ളൂ ഗൈസ്. എന്താണേലും ഗൈസ്, ഗെയിമല്ല ഗൈസ്, ആ വണ്ടിയാണ് വിഷയം ഗൈസ്. ആ വണ്ടിയുടെ ആ ലുക്ക് കണ്ടോ, ആ ഒരു പെയിൻ്റുള്ള റിഫ്ലക്ഷനും കാര്യങ്ങളും ഗൈസ്. ആ ഒരു പെയിൻറ്റ് തന്നെ ആ ഒരു വണ്ടിക്ക് ഭയങ്കര ലുക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ലുക്ക്. നമ്മൾ പിന്നെ ആ ഒരു ബോണറ്റിൽ വേറൊരു കളർ ബ്ലാക്ക് ആക്കുകയും ചെയ്തു ഗൈസ്. അപ്പം തന്നെ നമ്മുടെ വണ്ടി വേറെ ലുക്ക്
ലുക്കായി ഗൈസ്, വേറെ ലുക്കായി. ആ ടയറിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഗൈസ് വണ്ടി ഫുള്ള് നൈസാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാണ് ഗൈസ്. വണ്ടി ഫുള്ള് പണിതും വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡ് മാക്സ് കയറുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ 200 ചിലപ്പോൾ 300 ഗൈസ്. പക്ഷേ വണ്ടി കാണാൻ ഗൈസ് ഒരു ഇജാതി മുതൽ തന്നെ ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായി കാണും. അതും അവൻ ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നു ഗൈസ്. അതാണ് ഞാൻ വേഗം അങ്ങ് തിരിച്ചപ്പോൾ അങ്ങ് ഒത്തിരി തിരിഞ്ഞു പോയി ഗൈസ്. വണ്ടി കാണാൻ അടിപൊളി ലുക്ക് തന്നെയാണ് ഗൈസ്. എന്തോ പറഞ്ഞാൽ സീനെന്ന് വെച്ചാൽ സീൻ ഗൈസ്. ആ ഒരു വണ്ടി ആ ഇറങ്ങി വന്ന് നിങ്ങൾ കണ്ടായിരുന്നു കാട്ടിക്കൂടെ, എന്തോ നൈസായിരുന്നു ഗൈസ്. നമ്മൾ ആ വണ്ടി ഇറക്കുമ്പോൾ തന്നെ നമുക്കൂടെ ഒരു ഫീല് തോന്നും. പെയ്യെ ഇറക്കുക, പെയ്യെ ഓടിക്കുക, നൈസ് ആസ്വദിച്ച് ഓടിക്കുക, അങ്ങനത്തെ ഒരു ഫീല് ഗൈസ് നമുക്ക് തോന്നും. ഉറപ്പായിട്ടും എൻ്റെ ആക്സിലേറ്ററും സ്റ്റിയറിങ്ങും ഉണ്ടായിരുന്നേ ഗൈസ് ഞാൻ നൈസായിട്ട് ആ വണ്ടി എടുത്തു തന്നേനെ. പക്ഷേ ഗൈസ് എന്തോ ചെയ്യാനാന്ന് പറയാം, നമ്മുടെ ആകെയുള്ളത് കീബോർഡും കാര്യങ്ങളുമാണ് ഗൈസ്. അതുകൊണ്ട് വണ്ടി നമ്മൾ ഫുൾ ത്രോട്ടാണ്. കീബോർഡ് എപ്പോഴും ഫുൾ ത്രോട്ടാണ്. ജെക്കുമ്പോഴേ ഫുൾ ത്രോട്ട് കയറുക ഗൈസ്. പിന്നെ നമ്മൾ മാക്സിമം ഇങ്ങനെ കീബോർഡ് കൺട്രോൾ ചെയ്താണ് ഗൈസ് നമ്മൾ വണ്ടി ഇങ്ങനെ നോക്കുന്നത് ഗൈസ്. വണ്ടി കാണാൻ ഒരു രക്ഷയില്ല. ഈ പെയിൻറ്റ് ഈ വണ്ടിക്ക് ചേരും ഗൈസ്. ഈ പെയിൻ്റാണ് ഈ വണ്ടിയുടെ ഒരു സുഖം എന്ന് പറയുന്നത് ഗൈസ്. പൊട്ടുന്ന കണ്ടോ ഗൈസ്, എക്സോസ്റ്റിൽ നിന്നൊക്കെ തീ വരുന്നത് സീനാണ്. പടയെന്നാണ് ഗൈസ് പൊട്ടുന്നത്. ഒരു കിട്ടില്ല വണ്ടി തന്നെയാണ് ഗൈസ്. ഉറപ്പായിട്ട് ഈ ഗെയിം കളിക്കാത്തവരുണ്ട്, ഉറപ്പായിട്ടും കളിച്ച് നോക്കുക, കുറച്ച് പൈസ ആക്കുക, ഈ വണ്ടി വാങ്ങുക, പണിയുക, ഒന്ന് കളിച്ച് നോക്കുക ഗൈസ്. ഈ ഒരു കാട്ടിക്കൂടെ, അതായത് ഇങ്ങനത്തെ ഒരു റോഡിൽ കൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ ട്രാക്കിലോട്ടാണ് ഗൈസ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാലേ നമുക്ക് ആ ഒരു സുഖം കിട്ടത്തുള്ളൂ ഗൈസ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. എന്തായാലും കളിച്ച് നമുക്ക് നൈസായിട്ട് ട്രാക്കിന് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഏകദേശം അടുക്കാറായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ട്രാക്കിൻ്റെ അങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട് ഗൈസ്. വണ്ടിയുടെ ലുക്ക് ഭയങ്കര ലുക്ക് കേട്ടോ. നിങ്ങൾ നോക്കിയ ഗൈസ്, നൈസ് ലുക്കാണ്. കിട്ടില്ല വണ്ടി ഗൈസ്. ഇതൊക്കെ ഓടിക്കാൻ എല്ലാവർക്കും ഒരു കൊതി വരും ഗൈസ്, എല്ലാവർക്കും. അത് ഗൈസ് ഇങ്ങനെയല്ല, നമ്മൾ ഫുൾ ത്രോട്ടിലല്ല ഗൈസ് ഓടിക്കുന്നത്. അതായത് നമ്മളെ കീബോർഡ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നൈസായിട്ട് നമ്മൾ കൊണ്ടുപോവുക, ഒരു ട്രാക്ക് വരെ നമ്മൾ പെയ്യെ വണ്ടി ആസ്വദിച്ച് ഓടിക്കുക. ആസ്വദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൽ കൂടെ നൈസായിട്ട് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വണ്ടിക്ക് പോലും തോന്നില്ല ഗൈസ്. നൈസായിട്ട് വണ്ടി പോകാം. എന്നിട്ട് ഗൈസ് നമ്മൾ ട്രാക്കിൽ ചെല്ലുമ്പോൾ പിന്നാണ് നമ്മളെ വണ്ടി അവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയുന്നത് ഗൈസ്. അതായിരിക്കണം, അങ്ങനെ വേണം ഗൈസ് സാധനം പോകാൻ. പക്ഷേ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, പൈസയില്ല ഗൈസ്, സാധനം ഒന്നും വാങ്ങാനുള്ള ഒരു ഇതും ഇല്ല. നമുക്കപ്പം ഈ ഒരു രീതിയിൽ തന്നെ കളിക്കേണ്ടി വരും ഗൈസ്. എന്താ സ്റ്റിയറിംഗ് വീലിനൊക്കെ 10-30,000 രൂപയാണ് ഗൈസ്. അതൊക്കെയാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ടായിരുന്ന സീനായേനെ ഗൈസ്. പെയ്യെ ഗിയറൊക്കെ ഇട്ട് പെയ്യെ പോയേനെ, നമ്മൾ സെറ്റാക്കിയേനെ ഗൈസ്. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. സ്റ്റിയറിംഗ് വീല് വാങ്ങാനുള്ള വകുപ്പ് നിങ്ങൾ തന്നെ ഒപ്പിച്ച് തരുമോ എനിക്ക്, എന്നാൽ സെറ്റായിരിക്കും ഗൈസ്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഗൈസ് ഗീവ് അവേ വന്നുകൊണ്ടേയിരിക്കും. ഓരോ ഗെയിംസ് ആയിരിക്കും ഗീവ് അവേ. ചിലപ്പോൾ ഓരോ എങ്ങനെയാണോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അതിനനുസരിച്ച് സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഗൈസ്. അതായത് എന്ത് വേണേലും വരാം. ചിലപ്പോൾ വേണേൽ ഒരു PC വേണേൽ തന്നെ നമുക്ക് ഗീവ് അവേ തന്നേക്കാം ഗൈസ്. അങ്ങനെ വരെ നടക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ ട്രാക്ക്. നമ്മൾ ട്രാക്കിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ട്രാക്കിലെത്തുമ്പോൾ ഗൈസ് ആ ഒരു വണ്ടിയുടെ ലുക്ക് പിന്നെ വേറെ ലെവലായിട്ട് മാറി നിൽക്കുകയാണ്. ആ വണ്ടിയുടെ ആ ലൈറ്റും കാര്യങ്ങളും തന്നെ ഒരു അടിപൊളി ലുക്കാണ് ഗൈസ് നമുക്ക് വരുന്നത് ഗൈസ്. ഇച്ചിരി കൂടെ നമ്മൾ കയറ്റി നിർത്താം. ഓക്കെ ഗൈസ്, പടക്കം ഗൈസ് കിട്ടിയില്ല സൗണ്ടാണ് ഗൈസ്. തീയൊക്കെ നല്ലപോലെ പൊട്ടുന്നുണ്ട്. തീയൊക്കെ പൊട്ടുന്നതിന് ഒരു കുറവില്ല, സെറ്റാണ് ഗൈസ്. നമ്മുടെ പണ്ടത്തെ ആ ഒരു വണ്ടിയുടെ ആ ഒരു സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ പറക്കും ഗൈസ്. ഇപ്പോൾ ഇടാൻ പോവാണ്. ഓക്കെ, നമ്മൾ എന്തായാലും പോവാം. നമ്മുടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. നമ്മളിവിടെ പടക്കം പൊട്ടിക്കുകയായിരുന്നു, നമ്മളൊന്നും അറിഞ്ഞില്ല ഗൈസ്. വണ്ടി കൈ നിൽക്കുമോയെന്ന് ചോദിച്ചാൽ എന്തുവായിരുന്നു ആ റിഫ്ലക്ഷനൊക്കെ ഗൈസ്. പെയിൻറ്റിലെ റിഫ്ലക്ഷൻ ഒരു ഇജാതി റിഫ്ലക്ഷനാണ് കേട്ടോ ഗൈസ്. വണ്ടി കൈ നിൽക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. കുറച്ചുകൂടെ സ്പീഡാകുമ്പോഴേ അറിയത്തുള്ളൂ ഗൈസ്. ഇന്നത്തെ 6 ഗിയർ വരെ ഉണ്ട് ഗൈസ്. 300 അടിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് 300 അടി സെറ്റാണ്.
ഗൈസ് 347 ഗൈസ് 349 ഗൈസ് 349 ഗൈസ് 350 കയറുമായിരിക്കും ഗൈസ് 351 54 ഗൈസ് 54 വരെ കയറി ഗൈസ്. നമുക്ക് നോക്കാം. 49 ഗൈസ് പോയി ഗൈസ്. വണ്ടി കയ്യിൽ നിന്ന് പോയി ഗൈസ്, വണ്ടി കയ്യിൽ നിന്ന് പോയി. എന്തായാലും കൊള്ളാം ഗൈസ്, വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയും കുഴപ്പമില്ല, എന്തായാലും ഇവിടൂന്ന് ഇനി വെച്ച് ബാക്കി കയറാം. നമുക്ക് എന്തായാലും ഇവിടൂന്ന് വെച്ച് ഗൈസ് നമ്മൾ കയറും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഗൈസ് ഇവിടെ കയറാനല്ല, 300 വരെ വീണ്ടും കയറുമായിരിക്കും. കയറിയാൽ തന്നെ 300 വരെ വീണ്ടും കയറും ഗൈസ്. അത് കഴിഞ്ഞ് 350 എന്തായാലും ഗൈസ് സ്കോർ ചെയ്യത്തില്ല. 300 വരെ കയറും ഗൈസ്, കയറേണ്ടതാണ് ഗൈസ്. 300 കയറത്തില്ലേ ഗൈസ്. 300 കയറി. ഞാൻ വിചാരിച്ച് കയറത്തില്ലായിരിക്കും ഗൈസ്. ഇവിടെ വരെ എന്തായാലും നമുക്ക് 300 കയറ്റി അവിടുന്ന് ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഇടിച്ചെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വണ്ടി ഇടിച്ചായിരുന്നു, പക്ഷേ ഗൈസ് വണ്ടിയാണ് സൂപ്പറായിട്ട്. ഡ്രിഫ്റ്റിങ് സെറ്റാണ്. ഫ്രണ്ടൊക്കെ ഇടിച്ച് നശിച്ച് ഗൈസ്. ഡ്രിഫ്റ്റിങ്ങൊക്കെ സീനാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ ബായ്. നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കാം ഗൈസ്, ഇങ്ങോട്ട് ഒതുക്കാം. ഓക്കെ ബായ്.